നമസ്കാരം. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം. തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുകയാണ്. തൃക്കാക്കരയിൽ നിന്നും പോയ വാരം ഉയർന്നു കേട്ടത് വിലാപങ്ങളായിരുന്നു. ലോവർ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളെ അനുസ്മരിപ്പിക്കും വിധം പിച്ചി മാന്തി എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരുതരം കരച്ചിൽ, വിലാപം. പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമാണ്. പ്രസംഗമല്ല, 1 മണിക്കൂർ നീണ്ട പ്രസംഗം സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയ ശേഷം അതിൽ നിന്നും ഒരു വാക്കെടുത്താണ് കരയുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു, തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരവസരമാണ് എന്ന് പറഞ്ഞു. അതൊരു സൗഭാഗ്യമാണ് എന്ന് പറഞ്ഞു. ഈ വാക്കുകളെ മുൻനിർത്തി കടുത്ത ആക്രമണവും വിലാപവുമാണ് UDF കേന്ദ്രങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ളത്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ കാരണം MLAയുടെ മരണമാണെന്നും അതുകൊണ്ട് അവസരമെന്നും സൗഭാഗ്യമെന്നും ഒക്കെ പറഞ്ഞത് ആ മരണത്തെയാണ് എന്നുമായി വ്യാഖ്യാനം. ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞാൽ മറ്റെന്തോ എന്ന് കേൾക്കുന്ന പ്രത്യേകതരം ചെവിയുടെ ഉടമകളായി കുറച്ച് സമയത്തേക്ക് UDFൻ്റെ നേതാക്കന്മാരും അവരോടൊപ്പം കേരളത്തിലെ ചില മാധ്യമങ്ങളും അഭിനയിച്ചു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞ പ്രസംഗത്തിലെ ആ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം. നമ്മുടെ നാടാകെയും ജനങ്ങളാകെയും ആഗ്രഹിക്കുന്ന പോലെയും ആ 99 നിറഞ്ഞ 100ലേക്ക് എത്തിക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ആ ഘട്ടത്തിൽ പറ്റിയ അബദ്ധം തിരുത്തുന്നതിനുള്ള ഒരവസരം കൂടി തൃക്കാക്കരയ്ക്ക് ഒരു സൗഭാഗ്യമായി കൈവന്നിരിക്കുന്നു എന്നത് നാം കാണേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് 99 നിറഞ്ഞ 100ലേക്ക് എത്തിക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ആ ഘട്ടത്തിൽ പറ്റിയ അബദ്ധം തിരുത്താനുള്ള അവസരം കൂടി ഒരു സൗഭാഗ്യമായി കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിലെവിടെയാണ് മരണം കടന്നു വരുന്നത്? ഇതിലെവിടെയാണ് തെറ്റായ എന്തെങ്കിലും ഒരു സന്ദേശമുള്ളത്? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 99 നിയമസഭാംഗങ്ങൾ എന്നത് 100 ആക്കാനുള്ള ഒരവസരമാണിത്. അങ്ങനെ 100 ആകുമ്പോൾ വികസിത കേരളത്തോടൊപ്പം നിൽക്കാനുള്ള ഒരവസരം ജനങ്ങൾക്ക് കൈവരും. തൃക്കാക്കരയിലും വലിയ വികസനമുണ്ടാവും. അത് ഒരു സൗഭാഗ്യമെന്നാണ് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് മരണവുമായി കൂട്ടിക്കെട്ടുക? പക്ഷേ വിലപിക്കുന്നവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. അവർ പറയുന്നത് എന്തു തന്നെയായാലും അവസരമെന്നും സൗഭാഗ്യമെന്നുമൊക്കെ പറയാൻ പാടുണ്ടോ എന്നാണ്. പക്ഷേ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുക എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്താൻ ശ്രമിക്കുന്ന, ഈ വിഷയം ഉയർത്തി വിലപിക്കാൻ ശ്രമിക്കുന്ന ശ്രീ VD സതീശൻ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം കൂടി നമുക്ക് കേൾക്കാം. ജനങ്ങളുടെ കയ്യിൽ, തൃക്കാക്കരയിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ കയ്യിൽ കിട്ടിയ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അദ്ദേഹം പറയുന്നത് തൃക്കാക്കരയിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരവസരമാണിത് എന്നാണ്. അതാ, അവിടെയും അവസരം കടന്നു വന്നു. ഇത് മരണത്തെക്കുറിച്ചാണോ പറഞ്ഞത്? അല്ലല്ലോ. അങ്ങനെ ആരും ആക്ഷേപിക്കുന്നുമില്ല. മറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്ന അവസരം, തൃക്കാക്കരയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് കൈവന്ന അവസരം, അദ്ദേഹം പറയുന്നത് ഇത് LDFനെ തോൽപ്പിക്കാനുള്ള അവസരമാണ്, LDFനെതിരായി വിധിയെഴുതാനുള്ള അവസരമാണ് എന്നാണ്. പിണറായി പറയുന്നത് ഇത് LDFനെ വിജയിപ്പിക്കാനുള്ള അവസരമാണ് എന്നാണ്. ഇത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പിണറായി ഉപയോഗിച്ചാൽ അത് ഉടനെ വിലാപമുയർത്തേണ്ട ഒരു തെറ്റായ പ്രയോഗവും, പ്രതിപക്ഷ നേതാവ് അതേ വാക്കുപയോഗിച്ചാൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ട വാക്കുമായി മാറുന്നത് എങ്ങനെയാണ്? ഭാഷാ പഠനത്തിൻ്റെ പ്രാഥമിക തലത്തിൽ പോലും ഇത്തരം വാദഗതികൾ നിലനിൽക്കില്ല. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അവരവരുടെ പാർട്ടികളെ, മുന്നണികളെ വിജയിപ്പിക്കുന്നതിനുള്ള അവസരമായി ഇതിനെ കണക്കാക്കണം എന്നാണ് പറയുന്നത്. രണ്ടുപേരും മരണത്തെയൊന്നും ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നില്ല. എന്നാൽ
പ്രതിപക്ഷ നേതാവ് പറയുന്നത് അങ്ങനെ സ്വീകരിക്കുകയും മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് തെറ്റായ അർത്ഥങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വളരെ വിചിത്രമായ മാനസികാവസ്ഥയാണ്. ഇനി മുഖ്യമന്ത്രിയുടെ വാക്കുകളെ അളക്കുന്ന ആ അളവുകോല് കൊണ്ടാണെങ്കിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ വാക്കുകളെയും നമുക്ക് അളക്കാൻ കഴിയും. സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വലിയ സന്തോഷം എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ സന്തോഷമുണ്ടാവാൻ എന്താണ് കാരണമായത്? ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ നിന്നാൽ നമ്മൾ എവിടെയാണ് ചെന്നെത്തി നിൽക്കുക? അപ്പോഴും ചില വിദണ്ഡവാദികൾ രംഗത്തിറങ്ങുന്നത് അവസരമെന്ന് പറയാം, കാരണം പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞല്ലോ. പക്ഷേ സൗഭാഗ്യമെന്ന് പറയരുത്. 100 സീറ്റ് ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന സ്ഥിതിയെയാണ് സൗഭാഗ്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനി അങ്ങനെ പറയാമോ എന്ന ആശങ്ക കൊണ്ട് മലയാള മനോരമ ടെലിവിഷൻ ചാനൽ അന്നത്തെ അന്തിച്ചർച്ച തന്നെ ഈ വിഷയമാക്കി. അവതാരകന് ഇതിനെക്കുറിച്ചുള്ള സംശയം മാറുന്നേയില്ല. അങ്ങനെ സംശയം മാറാത്ത അവതാരകനും ആ അവതാരകനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് ആദി വലതുപക്ഷ ശക്തികൾക്കും അന്നേ ദിവസം പുറത്തിറങ്ങിയ മലയാള മനോരമ ദിനപത്രത്തിലെ സുജിത് നായർ എന്ന പേരിൽ എഴുതിയ രാഷ്ട്രീയ കുടമാറ്റങ്ങൾ എന്ന ലേഖന രൂപത്തിലുള്ള എന്തോ ഒന്ന് അത് വായിക്കാവുന്നതാണ്. അതിൻ്റെ ഒടുവിൽ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ എങ്ങനെയാണ്? അതിലെ ഒടുവിലത്തെ വാചകങ്ങൾ, ആ ലേഖന രൂപത്തിലുള്ള സാമഗ്രി അവസാനിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് ലഭിച്ച ഒരു ഭാഗ്യമാണ് ഇത് എന്നാണ്. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രതിപക്ഷ നേതാവിന് ഒരു തരത്തിൽ ഭാഗ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാഗ്യമെന്നും സൗഭാഗ്യമെന്നുമൊക്കെ ഉപതെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നതിലെ ന്യായാന്യായങ്ങൾ പരതുന്നവർക്ക് മനോരമ പത്രം മറുപടി നൽകുകയാണ്. മനോരമ ടെലിവിഷൻ ചാനലിലെ അവതാരകന് മനോരമ പത്രം മറുപടി നൽകുന്നു. മനോരമയും തമ്മിൽ ചർച്ച ചെയ്ത് ഈ പ്രശ്നം തീർപ്പാക്കാവുന്നതാണ്. മനോരമ പറഞ്ഞാൽ നല്ലത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ നല്ലത്, ആർക്കും പറയാം. പക്ഷേ പിണറായി പറയരുത്, ഇടതുപക്ഷത്തുള്ളവർ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അതിന് വിഷം പുരട്ടിയ അർത്ഥങ്ങൾ കൽപ്പിക്കും. അതെടുത്തു വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഏറ്റവും തരം താഴ്ന്ന നിലയിലേക്ക് UDFൻ്റെ കോൺഗ്രസിൻ്റെ പ്രചരണം മാറുന്നതിൻ്റെ കാരണമെന്താണ് എന്നത് ചിന്തോദ്ദീപകമാണ്. എളുപ്പത്തിൽ ജയിക്കാം എന്ന് കരുതിയ ഒരു മണ്ഡലം ജയം അസാധ്യമാണ് എന്ന് വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളുണ്ടാക്കി, വിവാദങ്ങളുടെ പേരിൽ പുകമറയുണ്ടാക്കി ജനങ്ങളെ അല്പമെങ്കിലും ആശയക്കുഴപ്പത്തിലാക്കാൻ സാധിക്കുമോ എന്ന വികലമായ പരീക്ഷണമാണ് ഇവിടെ അരങ്ങേറുന്നത്. അതെല്ലാം നീർക്കുമുള പോലെ അല്പായുസായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാതൃഭൂമി ടെലിവിഷൻ ചാനൽ ഒരു വ്യാജ പ്രചരണത്തിന് തുടക്കമിട്ടത് ഈ ആഴ്ചയാണ്. ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അവർ മുൻകൈയെടുത്ത് ആരംഭിച്ച ഒരു പ്രചാരവേല അടുത്ത മാസം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കുറയും എന്നാണ്. 10% ശമ്പളം വെട്ടിക്കുറയ്ക്കും എന്ന ഭീഷണിയും ഇതിനിടയിലൂടെ കടന്നു വരികയുണ്ടായി. എന്താണ് ഈ വാർത്തയുടെ അടിസ്ഥാനം? മെയ് മാസം 12-ാം തീയതിയാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്തത്. മെയ് മാസം 12-ാം തീയതി പറയുകയാണ് ജൂൺ ആദ്യം ശമ്പളം മുടങ്ങും എന്നാണ്. ഒരാശയക്കുഴപ്പം ജീവനക്കാരിലും പൊതുജനങ്ങളിലും സൃഷ്ടിക്കുക, കേരളത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക, ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാർ തന്നെ പ്രതിസന്ധിയിലാണ് എന്ന് വരുത്തി തീർക്കുക, ഇതെല്ലാം മാതൃഭൂമിയുടെ കുടിലതന്ത്രമാണ്. ആരുടെയും ശമ്പളം ഇവിടെ മുടങ്ങാൻ പോകുന്നില്ല, ആരുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കാനും പോകുന്നില്ല. ബഹുമാന്യനായ ധനമന്ത്രി ഈ കാര്യം വളരെ കൃത്യമായി പ്രസ്താവിക്കുകയുമുണ്ടായി. ഇത് വ്യാജ പ്രചരണമാണെന്നും ശമ്പളം നൽകാൻ യാതൊരു തടസ്സവുമില്ല എന്നും അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ചിലപ്പോൾ 10% ഡെഫർ ചെയ്തേക്കും, അല്പം ഡെഫർ ചെയ്യും തുടങ്ങിയ വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അങ്ങനൊരു സ്ഥിതിയില്ല, ശമ്പളത്തിനെ ഒന്നും ബാധിക്കുന്നൊരു സ്ഥിതിയില്ല. അങ്ങനെയെങ്കിൽ ഇനി വിശദീകരിക്കേണ്ടത് മാതൃഭൂമിയാണ്. നിങ്ങളോട് ആര് പറഞ്ഞു ശമ്പളം മുടങ്ങുമെന്ന്? എന്ത് ആധികാരികതയാണ് ഈ വാർത്തയ്ക്കുള്ളത്? ജൂണിൽ ശമ്പളം മുടങ്ങിയില്ലെങ്കിൽ ശമ്പളം മുടങ്ങും എന്ന് റിപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ സ്ഥിതി എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകരോട്, കേരളത്തിലെ ജനങ്ങളോട് ഇത്തരത്തിലുള്ള വാർത്താ കുറ്റങ്ങളുടെ പേരിൽ മാപ്പ് ചോദിക്കുക? അത് കാണാൻ ജൂൺ മാസം ആദ്യം വരെ നമുക്ക് കാത്തിരിക്കാം. തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളുമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വട്ടമിട്ട് പറക്കുന്നവർ മറ്റെന്ത് വിശേഷണത്തിന് അർഹരാണെങ്കിലും മാധ്യമപ്രവർത്തകർ, ജേർണലിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടാൻ അർഹരല്ല തന്നെ.
ഭയാനകമായ വലുപ്പത്തിലുള്ള ഒരു തലക്കെട്ടുമായാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രം പുറത്തിറങ്ങിയത്. മറ്റൊന്നുമല്ല, മണിച്ചനെ വിടാൻ സർക്കാർ എന്നാണ് ആ ഞെട്ടിപ്പിക്കുന്ന തലക്കെട്ടിൽ പറയുന്നത്. മണിച്ചനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. മുൻപുണ്ടായ കല്ലുവാതക്കൽ വിഷമദ്യ ദുരന്തത്തിലെ പ്രതിയാണ്. ആ പ്രതി ജയിൽ ശിക്ഷ അനുഭവിക്കുകയുമാണ്. ആ പ്രതിയെ ഈ സർക്കാർ എന്തോ അന്യായമായി നിയമവിരുദ്ധമായി തുറന്നുവിടാൻ പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തലക്കെട്ടാണ് മാതൃഭൂമി എടുത്ത് പൂശിയത്. മണിച്ചനെ വിടാൻ സർക്കാർ, ഇതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വസ്തുത എന്താണ്? നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. കുറ്റം പറയരുതല്ലോ. അന്നേ ദിവസം മലയാള മനോരമ ദിനപത്രം കുറേ കൂടി വസ്തുതാപരമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മലയാള മനോരമയുടെ തലക്കെട്ട് നോക്കൂ. മണിച്ചൻ്റെ മോചനം വൈകുന്നതിൽ സുപ്രീം കോടതിക്ക് അതൃപ്തി, ഇതാണ് തലക്കെട്ട്. വാർത്ത ഈ തലക്കെട്ടിൽ പ്രതിഫലിക്കുന്നുണ്ട്. മണിച്ചൻ്റെ മോചനം വൈകുന്നതിൽ സുപ്രീം കോടതിക്ക് അതൃപ്തി. ഒപ്പം ഒരു ഉപതലക്കെട്ട് കൂടി ചേർത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: വൈകിയാൽ ജാമ്യം അനുവദിച്ച് ഇടക്കാല ഉത്തരവിറക്കുമെന്ന് കോടതി. ഇതാണ് കാര്യം. വൈകുന്നതിൽ അതൃപ്തി അറിയിക്കുകയാണ് സുപ്രീം കോടതി. മണിച്ചൻ എന്നയാളുടെ മോചനം വൈകുന്നതിൽ സുപ്രീം കോടതി അതൃപ്തി അറിയിക്കുകയാണ്. ഇനിയും വൈകുകയാണെങ്കിൽ ജാമ്യം കൊടുത്ത് ഇടക്കാല ഉത്തരവിറക്കുമെന്നും കോടതി പറയുന്നു. ഈ കാര്യങ്ങൾ കൃത്യമായി മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുകയാണ്. വിഷയം ദീർഘകാലം തടവ് ശിക്ഷ അനുഭവിച്ച പ്രതികളുടെ കാര്യത്തിൽ നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. വിഷമദ്യ ദുരന്തക്കേസിലെ പ്രതി ഇപ്പോൾ 20 വർഷത്തിലധികം തടവിൽ കിടന്നു. ഇത്രയും കാലം തടവ് ശിക്ഷ അനുഭവിച്ചവർക്ക് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ഇളവുകളുണ്ട്. ആ ഇളവുകൾ ഈ പ്രതിക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ഈ കാര്യത്തിൽ എന്താണ് തീരുമാനം വൈകുന്നത്? ഇങ്ങനെ തീരുമാനം വൈകിയാൽ ഞങ്ങൾ ജാമ്യം കൊടുത്ത് അയാളെ പുറത്തിറക്കും എന്ന് കോടതി പറഞ്ഞുവെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് വസ്തുത. നിയമാനുസൃതം ഏതൊരു പ്രതിക്കും അവകാശമുള്ള ഇളവുകൾ അത് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ തങ്ങൾ ഇറക്കി വിടും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടില്ല. നിയമാനുസൃത നടപടിക്രമങ്ങൾ മുൻപോട്ട് നീങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഗവർണറുടെ പരിഗണനയിലാണ്. നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ഗവർണർ ആ കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടതാണ്. ഇങ്ങനെയൊരു വാർത്തയെയാണ് തെറ്റിദ്ധരിപ്പിക്കും വിധം സംസ്ഥാന സർക്കാരിന് എന്തോ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പശ്ചാത്തലമാകെ മറച്ചുവെച്ച് മാതൃഭൂമി പെടാപ്പാട് പെടുന്നത്. ഈ സന്ദർഭത്തിൽ ശരിയായ വാർത്ത ജനങ്ങളിൽ എത്തിക്കാൻ മുൻകൈയെടുത്ത മനോരമയ്ക്ക് പക്ഷേ ഇങ്ങനെയല്ല തങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് മാതൃഭൂമി കണ്ടപ്പോൾ മനസ്സിലായി. മനോരമയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. നിരന്തരം ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങൾക്ക് മാതൃഭൂമിയെയും കടത്തിവിട്ടും വിധം വേണമായിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ. എന്തോ ഒരു കയ്യബദ്ധം മനോരമയ്ക്ക് പറ്റിപ്പോയതാണ്. പക്ഷേ മനോരമയാണ് പുള്ളി. അടുത്ത ദിവസം തന്നെ മനോരമ വാശിയോടെ അത് തിരുത്തി. മാതൃഭൂമിയേക്കാൾ ഒരുപടി മുന്നിലേക്ക് കയറാൻ അവർ മത്സരം ആരംഭിക്കുകയും ചെയ്തു. മനോരമ പിറ്റേ ദിവസം പ്രസിദ്ധീകരിച്ചത് ഇങ്ങനെയാണ്: മണിച്ചൻ്റെ മോചനം കോടതി പറയും മുമ്പേ സർക്കാർ നടപടി തുടങ്ങി. ഇതാണ് മനോരമ. മനോരമയെക്കുറിച്ച് ഒരു വ്യാമോഹവും ഒരു തെറ്റിദ്ധാരണയും ആർക്കും വേണ്ട. എന്നെങ്കിലും സത്യം പറയുന്നുണ്ടെങ്കിൽ അത് അബദ്ധത്തിൽ പറഞ്ഞു പോകുന്നതാണ്. മനുഷ്യനല്ലേ, പത്രമല്ലേ, ഇടയ്ക്കൊക്കെ ഒരബദ്ധം പറ്റിയേക്കും. പക്ഷേ ഉടനടി അത് തിരുത്തും. തലേന്നത്തെ മനോരമയെ പിറ്റേന്നത്തെ മനോരമ തിരുത്തുന്നത് കാണാനുള്ള കൗതുകം ചെറുതൊന്നുമല്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പത്രങ്ങൾ. തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് മറ്റൊരു തിരഞ്ഞെടുപ്പ് നടന്നു. സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ്. അത് ഇൻ്റർ ITI യൂണിയൻ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ITI യൂണിയൻ തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ സംസ്ഥാനത്തെ 96 ITIകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. നമ്മുടെ സംസ്ഥാനത്താകെ 96 ITIകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അഭിമാനാർഹമായ വിജയം എന്ന് പറഞ്ഞാൽ പോലും മതിയാവില്ല. വിശേഷിപ്പിക്കാൻ വാക്കുകളില്ലാത്ത അത്ര ഉയർന്ന നിലവാരത്തിലുള്ള വിജയമാണ് SFI നേടിയത്.
96 തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 94 SFI ജയിച്ചു. അതിൽ 86 എല്ലാ സീറ്റിലും അവർ ജയിച്ചു. ഇങ്ങനെ ഒരു വിജയം സ്വപ്നങ്ങളിൽ പോലും ആർക്കും കാണാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. ITIയിലെ വിദ്യാർത്ഥികളിൽ മഹാഭൂരിപക്ഷവും വോട്ടർമാരാണ്. പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ള പൗരന്മാർ. എങ്ങനെയാണ് യുവകേരളം ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് ITIകളിലെ തിരഞ്ഞെടുപ്പ്. പുതിയ തലമുറയുടെ വിധിയെഴുത്ത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പുതിയ തലമുറ, വിദ്യാസമ്പന്നർ, കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു SFIയെ. മഹാവിജയം, അവിശ്വസനീയമായ വിജയം. ആ മഹാവിജയം പക്ഷേ മലയാള മനോരമയ്ക്കോ മാതൃഭൂമിക്കോ സംസ്ഥാന തലത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വാർത്തയായി തോന്നിയിട്ടേയില്ല. ഇതാണ് ഒരു വാർത്തയുടെ മൂല്യം. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ നിശ്ചയിക്കുന്നത് ആ വാർത്തയുടെ ഉള്ളടക്കം കൊണ്ടല്ല, ആ വാർത്ത എത്രമാത്രം പ്രസക്തിയും പ്രാധാന്യവുമുള്ളതാണ് എന്ന് അവർ തീരുമാനിക്കുന്നത് അവർക്കിഷ്ടമുള്ള വാർത്തയാണോ എന്ന് നോക്കിയാണ്. ഈ പത്ര യജമാനന്മാർക്ക് ഇഷ്ടമില്ലെങ്കിൽ, തങ്ങളുടെ ഇഷ്ടക്കാർ തോറ്റു തുന്നം പാടുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത വാർത്തയായി, അല്ലെങ്കിൽ ഒതുക്കി പറയേണ്ട വാർത്തയായി അവർ തിരിച്ചറിയുകയാണ്. മാതൃഭൂമിയുടെയും മനോരമയുടെയും പിന്തുണയില്ലാതെ കേരളത്തിലെ സകല ITIകളിലും വിജയപതാക ഉയർത്തിയ വിദ്യാർത്ഥി സമൂഹത്തിന് SFIക്ക് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ അഭിവാദ്യങ്ങൾ. സോളാർ പീഡന കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം MP-യായ കോൺഗ്രസ് നേതാവിനെ CBI ചോദ്യം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. പക്ഷേ നമ്മുടെ മാധ്യമ ലോകം അത് വേണ്ട പോലെ അറിഞ്ഞില്ല. പലരും പറയാതെ പറഞ്ഞു, ഒതുക്കത്തിൽ പറഞ്ഞു. അധികം ആരോടും പറയാൻ പാടില്ലാത്ത ഒരു രഹസ്യമായി അത് കാത്തു സൂക്ഷിക്കാനാണ് ശ്രമിച്ചത്. മലയാള മനോരമ പത്രം അതിൻ്റെ 10-ാം പേജിൽ 4 വരിയിൽ ഈ വാർത്ത ഒതുക്കി. എങ്ങനെയാണ് ഇഷ്ടമില്ലാത്ത വാർത്തകൾ ഒതുക്കിക്കളയേണ്ടത്, എങ്ങനെയാണ് ഗോപ്യമായി വയ്ക്കേണ്ടത് എന്നതിന് പുതിയ ഒരു മാതൃക സൃഷ്ടിച്ചു. പത്രങ്ങൾ മാത്രമല്ല, ചാനലുകളും ഇതൊന്നും ചർച്ച ചെയ്യാൻ മാത്രം പ്രാധാന്യമുള്ള വാർത്തയല്ല എന്ന തീർപ്പിൽ എത്തി. പ്രതി കോൺഗ്രസിൻ്റെ നേതാവാണ്, പാർലമെൻറ്റ് അംഗമാണ്, MP-യാണ്. CBI ആണ് ചോദ്യം ചെയ്യുന്നത്. CBI എടുത്ത കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷേ ഇത് വാർത്തയാകേണ്ടതില്ല എന്ന കാര്യത്തിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഏകാഭിപ്രായമാണ്. കൂടുതലൊന്നും തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം പറയുന്നില്ല. പക്ഷേ സമീപകാലത്തെ ചില CBIയുടെ തെളിവെടുപ്പുകൾ, മൊഴിയെടുപ്പുകൾ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത് ഉചിതമായിരിക്കും. CBI ഓഫീസിലേക്ക് പോകുമ്പോഴേക്ക് പാപ്പരാസികളെ ലജ്ജിപ്പിക്കും വിധം ക്യാമറയും മറ്റു പണിയായുധങ്ങളുമായി ആർത്തലച്ച് ഓടിയെടുക്കുന്ന മാധ്യമങ്ങളുടെ കൂട്ടത്തെ നമ്മൾ മറന്നുപോകുന്നില്ല. CBI ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ 1 ഇഞ്ച് മുൻപോട്ട് നീങ്ങാനാവാത്ത വിധം വലയം തീർത്ത് ക്യാമറ കൊണ്ട് ആക്രമിക്കുന്ന മാധ്യമ പോരാളികളുടെ വലിയ പോരാട്ടത്തിൻ്റെ ചിത്രവും നമുക്ക് മറന്നു പോകാറായിട്ടില്ല. ഇതൊക്കെ ചില പ്രത്യേക ആളുകൾ പ്രതികളായി വരുന്ന സമയത്ത് ഞങ്ങൾ മറന്നുപോകും എന്നാണ് കേരളത്തിലെ മാധ്യമ പോരാളികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 24 ചാനലിൽ ഒരു പ്രത്യേക അവതാരകൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ചർച്ച അവസാനിപ്പിക്കുന്ന ദൃശ്യം യാദൃച്ഛികമായി കാണാനിട വന്നതുകൊണ്ടാണ്. അദ്ദേഹം ചോദ്യം ചോദിക്കുന്നു, അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നു. എൻ്റെ മുഖം, എൻ്റെ ഫുൾ ഫിഗർ എന്ന് ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം നിറഞ്ഞാടുകയാണ്. അദ്ദേഹം ചോദ്യം ചോദിക്കുമ്പോൾ ആരോടാണോ ചോദ്യം ചോദിക്കുന്നത് അയാൾക്ക് മറുപടി പറയാനുള്ള അവസരം കൊടുക്കണമെന്നും അത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കണമെന്നുമുള്ള ഏതൊരു ചർച്ചയുടെയും പ്രാഥമിക പാഠം മറന്നു പോവുകയാണ്. അവസാനം ആ ചർച്ച സ്വന്തം ചോദ്യത്തിലും സ്വന്തം ഉത്തരത്തിലും സ്വന്തം ആക്രോശങ്ങളിലും അഭിരമിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നതിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. നമുക്ക് ആ ചെറുശകലം ഒന്ന് കണ്ടു നോക്കാം. സിലാൽകുമാർ ഇത് കേരളയിൽ ജനവിധിയാണെന്ന് പറയാൻ പേടിയുണ്ടോ? എന്താ പേടിക്കുന്നത്? പറഞ്ഞൂടെ?
അല്ല, എന്നവർ പറഞ്ഞോളെ. ഹാഷ്മി അതിനെ പറ. എന്തിനാണ് പ്രതിരോധം? ഹാഷ്മി അതിനെ പറ. ബാക്കി എനിക്ക് പറയാനോട്ടോ ഹാഷ്മി പറ. അപ്പൊ പിന്നെ എന്തിനാണ് പ്രതിരോധം? അല്ലല്ല, എന്തിനാണ് എനിക്ക് ഡിഫൻസ്? പറയാനുള്ള ഉത്തരം കൂടെ ഹാഷ്മി പറ. എന്തിനാണ് ഡിഫൻസ്? കേരളടക്കം ചർച്ചയാവട്ടെ. സമയം കഴിഞ്ഞതുകൊണ്ടാണ്. പൊന്നു ഹാഷ്മി മിണ്ടായിരിക്കാം. സമയം കഴിഞ്ഞതുകൊണ്ടാണ്. ഹാഷ്മിക്ക് മിണ്ടായിരിക്കാൻ ഞാൻ പറഞ്ഞു പറയാം. ഇല്ല എന്റെ സമയം കഴിഞ്ഞു. പിന്നെ നിങ്ങളെല്ലാം കീജെ വിളിച്ചിട്ട് പിന്നെ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ സമയം കഴിഞ്ഞു. കേരളയിൽ ചർച്ചയാവുന്നത് ഭയം എന്തിനാണ്? കേരളയിൽ ചർച്ചയാവട്ടെ. അവിടെ കേരളയിലടക്കം എല്ലാ വിഷയങ്ങളും ചർച്ചയാവട്ടെ. കേരളയിലടക്കം എല്ലാ വിഷയങ്ങളും ഹിതപരിശോധന ആവട്ടെ. രണ്ടാം പിണറായി സർക്കാർ ഒന്നാം വാർഷികത്തിൽ സർക്കാരിന്റെ ഹിതപരിശോധന ആവട്ടെ. എന്റെ മറുപടി കേൾക്കാൻ പറ്റും. ശരി, എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്റെ സമയം ക്ഷമിക്കണം. ഇല്ല, എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. നിങ്ങളുടെ സമയം പിന്നെ ഞാൻ വർത്താനം പറയാൻ പാടില്ലേ? അതെന്തോ ശരി. എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് അടുത്ത ചർച്ചയ്ക്ക് ഇരിക്കാം. നിങ്ങൾക്ക് ബാക്കി ദിവസങ്ങളുണ്ട്. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന വാർത്താ വഴി അനുജ ചേരും. നമസ്കാരം. ഇതാണ് എത്രമാത്രം വൃത്തിഹീനമായാണ് ഇന്ന് നമ്മുടെ കാലത്ത് ചാനൽ ചർച്ചകൾ നടക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണം. എന്തൊരു ആക്രോശമാണ്! പറഞ്ഞിട്ടും മതിവരാതെ വാക്കുകൾ വീണ്ടും വീണ്ടും ആക്രമണോത്സുകമായി എടുത്തുപയോഗിക്കുന്നത് എന്തുദ്ദേശത്തിനാണ്? പിന്നെ എന്തിനാണ് ഇദ്ദേഹം ചോദ്യം ചോദിക്കുന്നത്? ക്ഷണിച്ചു വരുത്തിയ അതിഥി പറയുകയാണ്, എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ, എനിക്ക് മറുപടി പറയാൻ അവസരം നൽകൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുകയാണ്, സമയം കഴിഞ്ഞു പോയി എന്ന്. നമ്മൾ ഓർക്കണം, ടെലിവിഷൻ ചാനലിലെ അവതാരകരെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നേരത്തേക്ക് സവിശേഷ അധികാരം കയ്യിൽ കിട്ടുന്നവരാണ്. ആരോട് എപ്പോൾ ചോദ്യം ചോദിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. എത്ര സമയം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതും അവരാണ്. ഏത് വിഷയമാവണം ചർച്ചയ്ക്കെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും അവർ തന്നെയാണ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ PCR നിന്ന് മൈക്ക് ഓഫാക്കാൻ പറയുന്നത് അവർ തന്നെയാണ്. മൈക്ക് ഓഫാക്കുന്നത് ആളുകൾ ശ്രദ്ധിക്കുമെന്ന് വരുമ്പോൾ ശബ്ദം കുറയ്ക്കാൻ പറയുന്നതും അവർ തന്നെയാണ്. ഇങ്ങനെയെല്ലാമുള്ള ഒരു അധികാര പ്രകടനമാണ് നടക്കുന്നത്. ആ അധികാരത്തിൽ അഭിരമിച്ചു പോവുകയാണ്, അതിൽ ആറാടി തിമിർത്തു നിൽക്കുകയാണ്. എന്നാൽ ഒരു സെമിനാറിലോ ഒരു പൊതുവേദിയിൽ നടക്കുന്ന സംവാദത്തിലോ ഈ ഒരു അധികാരവും കിട്ടില്ല. കൃത്യമായ സമയം നിശ്ചയിച്ചു കൊടുത്ത് അതിൽ ഇടപെടാതിരിക്കാനുള്ള ധൈര്യം അവതാരകർ എന്നെങ്കിലും പ്രകടിപ്പിച്ചാൽ അന്ന് അഴിഞ്ഞു വീഴും ഈ കോട്ടും മുഖം മൂടിയും. ഇങ്ങനെയുള്ള അവതാരകർ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ കാണിക്കുന്ന പ്രകടനം കാണുമ്പോൾ അറിയാതെ കാഴ്ചക്കാർ മനസ്സിൽ ഓർക്കുന്നുണ്ടാവും, ഈ അവതാരകർ മറ്റെന്തെങ്കിലും ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിലോ, ഒരു പിയൂണിൻ്റെ ജോലി, ഒരു ക്ലർക്കിൻ്റെ ജോലി, അല്ലെങ്കിൽ ഒരു കളക്ടറുടെ ജോലി, ഒരു പോലീസ് ഓഫീസറുടെ ജോലി, അല്ലെങ്കിൽ ഇവരൊരു ജനപ്രതിനിധിയായിരുന്നുവെങ്കിൽ, ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയിരുന്നെങ്കിൽ, ഏത് പദവി വഹിച്ചാലും എത്രമാത്രം ഏകാധിപതികളും അസഹിഷ്ണുത മുഖമുദ്രയാക്കി മാറ്റുന്ന സ്വേച്ഛാധിപതികളും മറ്റുള്ളവരെ അവരുടെ അവകാശങ്ങളെ തെല്ലും മാനിക്കാത്ത ലോകം കണ്ട ഏറ്റവും ജനവിരുദ്ധരായ ജനാധിപത്യ വിരുദ്ധരായ സ്വേച്ഛാധിപതികളായി മാറുമായിരുന്നില്ലേ ഇവർ എന്ന തോന്നലാണ്, സംശയമാണ് നമുക്കുണ്ടാവുക. സ്വേച്ഛാധിപതികൾ നമ്മുടെ ചാനൽ മുറികളിൽ തന്നെ വിശ്രമിക്കട്ടെ. അവർ ഈ ജോലി തന്നെ തുടർന്നും ചെയ്യട്ടെ. നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു ജോലിയിലേക്കും അവർ ഒരു കാലത്തും കടന്നു വരാതിരിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച 7 മണിക്ക് കാണാം. നന്ദി.